സാർ, വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നത്, പ്രത്യേകിച്ച് ഗൾഫ് കൺട്രീസിലേക്കൊക്കെ പോകുന്നത് ഇനി ഏറെ ചിലവേറുന്ന ഒന്നായി മാറുന്നു എന്നാണ്. സാധാരണക്കാരായ ആളുകൾക്കൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന എന്തൊക്കെയോ നീക്കങ്ങൾ നടക്കുന്നു. വ്യക്തമാക്കുമോ സാറിന്? അത് ജനുവരി 1-ാം തീയതി മുതൽ എമിറേറ്റ്സ് രാജ്യങ്ങളെല്ലാം വിസ കിട്ടണമെങ്കിൽ ഇൻഷുറൻസ്, ആരോഗ്യ ഇൻഷുറൻസ് നിർബന്ധമാക്കിയിരിക്കുന്നു. നിലവിലത് സൗദി അറേബ്യയും ദുബായും മാത്രമേ ഉള്ളൂ. മറ്റ് രാഷ്ട്രങ്ങളായ ഷാർജ, ഒമാൻ, റാസൽ ഖൈമ, അജുമാൻ, ഫുജൈറ ഈ രാജ്യങ്ങൾ കൂടി ഈ പട്ടികയിലേക്ക് വരികയാണ്. അപ്പോൾ ഇവിടങ്ങളിലേക്ക് പോകണമെങ്കിൽ, വിസ കിട്ടണമെങ്കിൽ ഇൻഷുറൻസ്, ഹെൽത്ത് ഇൻഷുറൻസ് വേണം. അത് ഏത് ജോലിക്കായാലും, വീട്ടു ജോലിക്കാർക്ക് വരെ ഹെൽത്ത് ഇൻഷുറൻസ് നിർബന്ധമാണ്. അത് നാമമാത്രമായ ഒരു ഇൻഷുറൻസ് പ്രീമിയമല്ല. എല്ലാത്തരം രോഗങ്ങളും കവർ ചെയ്യത്തക്ക തരത്തിലുള്ള അതിവിപുലമായ ഒരു വലിയ ഇൻഷുറൻസ് തുക വേണ്ടി വന്നാൽ ലഭിക്കുന്ന തരത്തിലുള്ള ഒരു ആലോചനയാണ് ഇപ്പോൾ ഈ രാജ്യങ്ങളിൽ നടക്കുന്നത്. അപ്പോൾ എല്ലാ UAE രാഷ്ട്രങ്ങളിലും ഇത് നിർബന്ധമായി. അപ്പോൾ അത് നിർബന്ധമാകുന്നതോടുകൂടി എന്ന് പറഞ്ഞാൽ ജനുവരി 1 മുതൽ ഇപ്പോൾ നിലവിലുള്ള വിസയ്ക്ക് ഇത് ബാധകമല്ല. ഇനി പുതിയ വിസ എടുക്കുന്നവർക്കാണ് ഇത് ബാധകമാകുന്നത്. വളരെ ചിലവേറിയ ഒരു ഏർപ്പാടായി മാറും. അപ്പോൾ സാധാരണ ഇതിലിപ്പോൾ ഈ ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോകുന്നത് ഇന്ത്യക്കാരാണ്, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ നിന്ന്. ഇപ്പോൾ കേരളത്തിൽ നടക്കുന്ന ആൾക്കാർ ഇഷ്ടം പോലെ പോകുന്നത്. അപ്പോൾ ഒരു കാലത്ത് അങ്ങനെ പോയിരുന്നവർ ഒരുപാട് വലിയ സമ്പാദ്യമൊക്കെ ഉണ്ടാക്കിയിരുന്നു. അന്ന് നമ്മുടെ നാട്ടിൽ തൊഴിലവസരങ്ങൾ കുറവുമായിരുന്നു. ഇന്നും ഈ പറയുന്ന വലിയ വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകൾ ഗൾഫ് രാജ്യങ്ങളിൽ തൊഴിൽ തേടി പോകുന്നുണ്ട്. ഒപ്പം തന്നെ IT ഉൾപ്പെടെയുള്ള മേഖലകളിൽ മികച്ച വിദ്യാഭ്യാസം തേടി പോകുന്നവരും ഈ ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോകുന്നു. പക്ഷേ ഈ സാധാരണക്കാരായ ആളുകൾ പോകുമ്പോൾ അവർ കടം മേടിച്ചും ബാങ്കിൽ നിന്ന് ലോൺ എടുത്തും വസ്തു പണയം വെച്ചൊക്കെയാണ് പോകുന്നത്. അങ്ങനെ പോകുന്ന ആൾക്കാർക്ക് ഈ ഇൻഷുറൻസ് കൂടെ നിർബന്ധമാക്കുമ്പോൾ സൗദി അറേബ്യയും ദുബായും പോലെയുള്ള കുറച്ച് വികസിത രാജ്യങ്ങൾ, അവരെ വെച്ച് നോക്കുമ്പോൾ മറ്റ് രാജ്യങ്ങൾ അത്ര വികസിതമല്ല. അവിടേക്ക് പോകാനും വലിയ ചിലവ് വരുന്നത് നമുക്ക് താങ്ങാൻ പറ്റുമോ? തീർച്ചയായിട്ടും. അത് സാധാരണ തൊഴിലാളികൾക്ക് 2 തരം തൊഴിലാളികളാണ് അങ്ങോട്ട് പോയിക്കൊണ്ടിരുന്നത്, സ്കിൽഡ് ആൻഡ് അൺസ്കിൽഡ്. അപ്പോൾ ഈ അൺസ്കിൽഡ് ലേബറേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ ഒരു ഭാരമാകും. അവർക്ക് പോകാനായിരിക്കും വിഷമം. അവർ ബാങ്ക് ലോൺ എടുത്തോ വസ്തു വിറ്റോ ഒക്കെ ആയിരിക്കും ഈ വിസയൊക്കെ സംഘടിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെ പോകുന്നവർക്കാണ് ഇതൊരു ഭാരമായി തീരുക. പക്ഷേ മറ്റുള്ള ഇപ്പോൾ സ്കിൽഡ് IT പ്രൊഫഷണൽസ്, ഡോക്ടേഴ്സ്, നഴ്സസ്, അവരുടെ കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അവർ പോകുന്ന ബിസിനസ് മേഖലയിലേക്കൊക്കെ പോകുന്നവർ, അവർക്ക് ഇത് ഗുണമാണ്. അവരിതുകൂടെ എടുത്തേ പോവുള്ളൂ. കാരണം എന്തെങ്കിലും അസുഖം അവിടെ വെച്ച് സംഭവിച്ചാലൊരു നല്ല കവറേജ് കിട്ടുകയാണെങ്കിൽ ഏത് രോഗമായാലും അവിടുത്തെ ചികിത്സാ ചെലവ് വളരെ കൂടുതലാണ്. അപ്പം ചെറിയൊരു ഫ്രാക്ചർ ഉണ്ടാകുന്ന ഒരു അപകടം വന്നാൽ ചികിത്സിക്കണമെങ്കിൽ ഭാരിച്ച ചിലവാണ്. അപ്പോൾ അതൊക്കെ ഇൻഷുറൻസ് കവറേജ് ഇല്ലാതെ താങ്ങാൻ പറ്റാതെ വരും. അപ്പോൾ അത് ആ തരത്തിലതൊരു പ്രൊട്ടക്ഷനാണെങ്കിലും അതിന് വേണ്ടി വിസയ്ക്ക് ചിലവാക്കേണ്ടി വരുന്ന തുക നിസ്സാരമല്ല. അത് സാധാരണക്കാർക്ക് പ്രയാസകരമായി തീരും. അത് ജനുവരി 1 മുതൽ നടപ്പാക്കുകയാണ്. ഇപ്പോൾ ഈ പറഞ്ഞ രാജ്യങ്ങളിലെ ഭരണകൂടങ്ങൾ ഇൻഷുറൻസ് കമ്പനികളുമായിട്ട് ഇതിൻ്റെ ഒരു വയമീഡിയ എങ്ങനെയാണ്, എൻ്റെ പ്രായോഗിക തലത്തിൽ എങ്ങനെ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യണം എന്നതിനെക്കുറിച്ച്, ഇംപ്ലിമെൻറ്റേഷൻ ഏതായാലും ഉണ്ട്. പക്ഷേ ആ തുക എത്ര രൂപയുടെ ഇൻഷുറൻസ് ഉണ്ട്, എത്രയൊക്കെ കവറേജ് കൊടുക്കാം എന്നതിനെക്കുറിച്ച് ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വരുന്ന ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അതിലൊരു അന്തിമ തീരുമാനം ഉണ്ടാകുകയും അതൊരു നിയമമായി തീരുകയും ചെയ്യും. അതായത് ഇപ്പം ഈ മറ്റ് ഗൾഫ് രാജ്യങ്ങളൊക്കെ തന്നെ വലിയ സാമ്പത്തിക ബാധ്യത ഏറ്റെടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി കാണും അല്ലേ? ഒരുപക്ഷെ ഇന്ത്യക്കാരിലെ മലയാളികൾ ഉൾപ്പെടെയുള്ളവർ മരിക്കുകയോ വാഹനാപകടങ്ങളിൽ എന്തെങ്കിലും പരിക്കേൽക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ ഇൻഷുറൻസ് പോളിസി ഇല്ലാത്തതുകൊണ്ട് ആ രാജ്യത്തിലെ കമ്പനികൾക്കോ മറ്റ് ഓഫീസുകൾക്കോ അല്ലെങ്കിൽ സ്ഥാപനങ്ങൾക്കൊക്കെ വലിയ നഷ്ടമുണ്ടായി. അപ്പോൾ അവർ മാറി ചിന്തിക്കുകയാണ്, ദുബായും സൗദിയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ചെയ്യുന്ന പോലെ ഒരു പോളിസി, ഇൻഷുറൻസ് പോളിസിയുടെ കാര്യത്തിൽ നമുക്ക് എന്തുകൊണ്ടൊരു നയം നടപ്പാക്കിക്കൂടാ? ആ സാധനമായിരിക്കില്ല ചിലപ്പോൾ ഇപ്പോൾ ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ബിസിനസ് ആംഗിളിൽ ഈ ഇൻഷുറൻസ് എടുക്കുന്നത് വഴി നമ്മളിപ്പോൾ ഇൻഷുറൻസ് കവറേജ് കൊടുക്കേണ്ടി വരുന്ന എത്ര ശതമാനം ആളുകൾ വളരെ മൈന്യൂട്ടായിരിക്കുമല്ലോ. അപ്പോൾ ഇതൊരു വലിയ ബിസിനസ്സാണ്. എല്ലാ ഇൻഷുറൻസ് കമ്പനിയും നഷ്ടത്തിലൊന്നുമല്ല. അല്ലല്ല. അപ്പോൾ അപകടം ഉണ്ടാകുകയും അല്ലെങ്കിൽ ഹെൽത്ത് കവറേജ് വേണ്ടി വരികയും അസുഖം വരികയും അവിടെ ചികിത്സിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലേ ഇത് ബാധകമുള്ളൂ. അങ്ങനെയുണ്ടല്ലേ? അവിടെ ചികിത്സിക്കണം അല്ലേ? അവിടെ ചികിത്സിക്കുന്നതിന് ഇത് കൊടുക്കേണ്ടി വരും. അപ്പോൾ തിരിച്ച് അവിടെ ചികിത്സാ ചെലവ് കൂടുതലാണ്, അതുകൊണ്ട് നാട്ടിൽ പോയി ചികിത്സിക്കാം.
നാട്ടിലൊരു പല്ലെടുക്കുന്നതിന് ഇത്ര രൂപ ആവുള്ളൂ എന്ന് നമുക്ക് ഊഹിക്കാം. അതേസമയത്ത് അത് അവിടെ ചെയ്യണമെങ്കിൽ അതിൻ്റെ 10 ഇരട്ടി ചിലവ് പൈസ. അപ്പോൾ അതുകൊണ്ട് സാധാരണഗതി അതുപോലൊരു ട്രീറ്റ്മെൻറ്റ് ആവശ്യമുള്ള ആളുകൾ നേരെ ഇങ്ങ് കേരളത്തിലെത്തും. കേരളീയർ പലരും ഇങ്ങ് കേരളത്തിലെത്തും. കൊച്ചിയിലോ കണ്ണൂരോ കോട്ടയത്തോ കോഴിക്കോടോ ഇവിടെ എല്ലാം ഇഷ്ടംപോലെ പ്രൈവറ്റ് ആശുപത്രിയും നമുക്ക് ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ അവിടെ എവിടെ വന്നാലും ഇതിൻ്റെ വളരെ ചെറിയ എമൗണ്ടിന് ബെറ്റർ ട്രീറ്റ്മെൻറ്റ് കിട്ടിപ്പോകാം. അതുകൊണ്ട് നമ്മുടെ ഈ ടൂറിസം, ഹെൽത്ത് ടൂറിസം, വിദേശികൾ തന്നെ കൊച്ചിയിലൊക്കെ വന്ന് ധാരാളം അറബികൾ പോലും വരുന്നുണ്ട്, ധാരാളം ഉണ്ട്. വിദേശികൾ തന്നെ അറബികളും യൂറോപ്യൻസൊക്കെ ധാരാളം കൊച്ചിയിലെ പ്രൈവറ്റ് ഹോസ്പിറ്റലിലൊക്കെ വന്ന് ചികിത്സിക്കുന്നുണ്ട്. ഈ എക്സ്പെൻസ് വെച്ച് നോക്കുമ്പോൾ താരതമ്യേന വളരെ കുറവാണ് നമ്മുടെ. വളരെ കുറവാണ് എല്ലാ ചികിത്സയ്ക്കും. ഇപ്പോൾ ഹാർട്ട് ചികിത്സയ്ക്കും ഹൃദ്രോഗ ചികിത്സയ്ക്കും ഇവിടെ കൊച്ചിയിലെ പ്രധാനപ്പെട്ട പേരുകേട്ട പല ആശുപത്രികളിലും വിദേശികൾ വന്ന് ചികിത്സിക്കുന്നുണ്ട്. കാരണം അവിടെ ആകുന്നതിൻ്റെ ചെലവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇത് വളരെ തുച്ഛമാണ്. അപ്പോൾ അത് നമ്മുടെ ഹെൽത്ത് മേഖലയിലെ ഒരു ഭാവി സാധ്യതകൾ കൂടിയാണ്. അതൊക്കെ എല്ലാവരും കണ്ടറിഞ്ഞ് അതിനുള്ള സജ്ജീകരണങ്ങളും അത്രയും സ്റ്റാൻഡേർഡൈസേഷനും ഒക്കെ അവർ വരുത്തുന്നുണ്ട്. അതിൻ്റെ നിലവാരത്തിലുള്ള ശുചിത്വത്തിലുള്ള മെച്ചം, മറ്റനുബന്ധ സൗകര്യങ്ങൾ കൊടുക്കുന്നതിൽ, താമസ സൗകര്യം, അതൊക്കെ. അപ്പോൾ അതുകൊണ്ട് അതാണ് ഹെൽത്ത് ടൂറിസം എന്ന് പറയുന്ന ഒരു സംഗതിയുടെ വികസിച്ച് വരുന്നത്. അപ്പോൾ അതിലേക്ക് അത് വലിയ ഒരു മണി ഏണിങ് ബിസിനസ്സാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ ഇതിപ്പോൾ അങ്ങോട്ടേക്ക് ജോലിക്ക് പോകുന്നവർക്ക് അവിടെ ചെല്ലുമ്പോൾ ഒരു ചികിത്സ, ചെറുതും വലുതുമായ ഒരു ചികിത്സ വേണമെങ്കിൽ ഒരു ഇൻഷുറൻസ് കവറേജ് ഇല്ലെങ്കിൽ അവർക്കത് താങ്ങാൻ പറ്റില്ല. അവരുടെ അവിടെ കിട്ടുന്ന വരുമാനം കൊണ്ട് പോലും ആ ചികിത്സ ചെലവ് നേരിടാൻ പറ്റാതെ വരും. അങ്ങനെ വരുമ്പോൾ ഇത് വിസയോടൊപ്പം തന്നെ ആ ഇൻഷുറൻസ് നിർബന്ധമാക്കുന്ന ഒരു നിയമം വരികയാണെങ്കിൽ അത് കേൾക്കുമ്പോൾ പ്രയാസം തോന്നുമെങ്കിലും നല്ലതാണ് ആരോഗ്യ സംരക്ഷണ കാര്യത്തിൽ. പക്ഷേ അതിൻ്റെ പ്രശ്നം ഇതെല്ലാവർക്കും താങ്ങാൻ പറ്റാതെ വരുമ്പോൾ ഇനി സാധാരണക്കാരായ ആളുകൾ ഈ രാജ്യങ്ങളിലേക്ക് പോകുവാൻ, UAE-യിലേക്ക് പോകുവാൻ മടിക്കും. UAE രാജ്യങ്ങളിലേക്ക് പോകാൻ മടിക്കും. അവിടുത്തെ എമിറേറ്റ്സിലാണല്ലോ ഈ പ്രശ്നം വരുന്നത് അല്ലേ? അത് തൊഴിൽ മേഖലയിൽ ആ രാജ്യത്തിനും പ്രശ്നം ഉണ്ടാവും. പക്ഷേ അവരുടെ തൊഴിൽ മേഖലയിൽ അങ്ങനെയുള്ളവർ മതി എന്ന് അവർ നിഷ്കർഷിക്കുന്നു. അപ്പോൾ അതാണ് ജനുവരി 1 മുതൽ പ്രാബല്യത്തിൽ വരാൻ പോകുന്നത്. അവരെ കുറ്റം പറയാൻ പറ്റില്ല സാർ. കാരണം ഈ നമ്മൾ ഇന്ത്യക്കാരുൾപ്പെടെ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ ആളുകൾ ബെറ്റർ ജോലി അവസരങ്ങൾ നേടിയിട്ടാണ് ഈ രാജ്യങ്ങളിലേക്ക് എത്തുന്നത്. ആ തൽഫലമായി എന്ത് സംഭവിച്ചതെന്ന് അവിടെയുള്ള രാജ്യത്തെ ജനങ്ങൾക്കുള്ള തൊഴിൽ നഷ്ടപ്പെടുന്നു, അല്ലെ അവർ ഇപ്പം തൊഴിലില്ലാത്തൊരവസ്ഥയിലേക്ക് പോകുന്നു. അപ്പോൾ ഈ കടകളിൽ നിൽക്കുന്ന, ഇപ്പോൾ മൊബൈൽ ഷോപ്പ് ആയിക്കോട്ടെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഷോപ്പുകളിലൊക്കെ നിൽക്കുന്ന വലിയ ശാരീരിക അധ്വാനം വേണ്ടാത്ത തൊഴിലുകളിലൊക്കെ സ്വദേശിവൽക്കരണം മസ്റ്റാക്കുകയാണ്. അപ്പോൾ ഇന്ത്യക്കാർക്കുള്ള അവസരങ്ങൾ നഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഇൻഷുറൻസിൻ്റെ കാര്യങ്ങൾ വരുമ്പോൾ ആ പൈസയും കൂടി ചിലവാക്കണമെന്ന് വെച്ചിട്ട് പലരും വരാൻ മടിക്കുന്നുണ്ടാവും. അങ്ങനെ ഒരു കാര്യം ഉണ്ടാവില്ല. അതെ സാധാരണക്കാരേതായാലും പോകാൻ മടിക്കും, 2 വട്ടം ചിന്തിക്കും. പിന്നെ ആ രാജ്യങ്ങളിലേക്കൊക്കെ നമ്മൾ പോയത് അവിടെ ഈ ജോലി ചെയ്യാൻ വേണ്ടത്ര ആളുകളില്ലാതെ വന്നതുകൊണ്ട് ഇപ്പോൾ അവർ കേപ്പബിളായി, അവർ വിദ്യാഭ്യാസപരമായിട്ടും തൊഴിൽപരമായിട്ടും ആവശ്യമുള്ള സേനയെ അവിടെ കിട്ടാൻ തുടങ്ങിയാൽ ഈ മേഖലയിൽ ഉള്ള അവസരം നമുക്കൊക്കെ നഷ്ടപ്പെടും. അതിപ്പം ഇപ്പോഴും യൂറോപ്പിലായാലും പശ്ചിമേഷ്യയിലെ രാജ്യങ്ങളിലായാലും ആവശ്യമുള്ളവർക്ക് മാത്രമേ അങ്ങോട്ട് പ്രവേശനമുള്ളൂ. അത് ചെല്ലുന്നവരൊക്കെ കഷ്ടപ്പെടും. ശരിക്കും ഈ പറഞ്ഞ സ്കിൽഡ് ആയിട്ടുള്ള വർക്കിന് അല്ലെങ്കിൽ IT മേഖലയിൽ അല്ലേ അങ്ങനെയുള്ള ആളുകൾക്ക് എപ്പോഴും ഡിമാൻഡ് ഉണ്ടാകും. അതിനപ്പുറത്തേക്ക് പറയാൻ പറ്റില്ല. ഇപ്പം നമുക്കൊരു വിസ എടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ പോകാം, അവിടെ പോയിട്ടൊരു ജോലി സംഘടിപ്പിക്കുക എന്നൊക്കെ പറയുന്ന അതിൻ്റെ കാലം കഴിഞ്ഞു അല്ലേ? അത് മാത്രമല്ല, ഇപ്പോൾ ഈ വിദേശ രാജ്യങ്ങൾ, ഇപ്പം പ്രത്യേകിച്ച് ഈ ഗൾഫ് കൺട്രീസിലേക്കൊക്കെ ആളുകളെ റിക്രൂട്ട് ചെയ്യുന്ന സ്ഥാപനങ്ങളുണ്ട്. അവരും കൃത്യമായിട്ട് പറയുകയാണ് ഇനി ഇങ്ങനെ ഇൻഷുറൻസ് ഒക്കെ അടയ്ക്കണം. അതായത് നിങ്ങൾ ഈ വിസയ്ക്ക് ഇത്ര രൂപ കൊടുക്കണം, ഇൻഷുറൻസിന് ഇത്ര രൂപ കൊടുക്കണം, പിന്നെ അവിടുത്തെ താമസിക്കുന്ന റെൻറ്റിന് ഇത്ര രൂപ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരു എമൗണ്ടാണ്. പണ്ട് കാലത്ത് ഇങ്ങനെ പോകുന്ന ആൾക്കാർ അവിടെ പോയി ജോലി ചെയ്ത് ആ പൈസ തിരിച്ച് ഇവിടെ വന്ന് ബാങ്ക് ലോണൊക്കെ വീട്ടിൽ മുന്നോട്ട് പോകും. പക്ഷേ ഇന്നത്തെ കാലത്ത് ഈ എടുക്കുന്ന പൈസ തിരിച്ചടയ്ക്കാനേ അവർക്കുള്ള വരുമാനം ഇവിടെ കിട്ടുള്ളൂ. അതെ, അത് വേതനം സംബന്ധിച്ച് അത്ര പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള ഒരു ഇൻക്രീസ് ഇല്ലെങ്കിൽ, അത്രയും നല്ല എമൗണ്ട് കിട്ടിയില്ലെങ്കിൽ ഇവിടെ ജോലി ചെയ്യുന്നതാണ് അതിനേക്കാൾ ഭേദം എന്ന അവസ്ഥയുണ്ട്. ഇപ്പോൾ ഗൾഫിലെ പല ജോലികൾക്കും ഇപ്പോൾ ഇന്ത്യയിലെ ശമ്പളം ബാംഗ്ലൂരിലൊന്നും അത്ര മോശം സാലറി അല്ല. ട്രിവാൻഡ്രത്ത് പോലും നമ്മുടെ ടെക്നോ പാർക്കിലും കൊച്ചിയിലെ ഇൻഫോ പാർക്കിലും ഒക്കെ IT മേഖലയിലൊക്കെ സാമാന്യേന ബെറ്റർ സാലറി ഉണ്ട് പല കമ്പനികളിലും. അപ്പോൾ വിദേശത്തേക്ക് പോകണമെങ്കിൽ പിന്നെ അതിനേക്കാൾ ബെറ്റർ ഏണിങ്സ് പ്രതീക്ഷിക്കണം.
അപ്പോൾ അവിടുത്തെ ചിലവുമായിട്ട് താരതമ്യം ഇടുമ്പോൾ അത് പൊരുത്തപ്പെട്ടു പോകുന്നില്ലെങ്കിൽ ആ കഷ്ടപ്പെടാനും ആ പിന്നെ പ്രതികൂല കാലാവസ്ഥയിൽ പോയി മല്ലടിക്കേണ്ട കാര്യം എന്തുവാണ്. അതുകൊണ്ട് ഇവിടെ വരുന്ന സാധ്യതകൾ, ഇവിടെ സ്റ്റാർട്ടപ്പൊക്കെ ഒരുപാട് ഉയർന്നു വരികയല്ലേ. അപ്പോൾ ഇവിടെ തന്നെ ജോലി കണ്ടെത്താനുള്ള പ്രവണത വർദ്ധിക്കും. അപ്പോൾ ഗൾഫിലേക്ക് പോകാൻ ഇനി മലയാളി ഇല്ല അല്ലേ? മലയാളി മടിക്കുമെന്ന് പറഞ്ഞു. മടിക്കും, സാധാരണക്കാർ പ്രത്യേകിച്ചും. ഈ വിസ എക്സ്പെൻസ്, ഒഫീഷ്യൽ വിസ എക്സ്പെൻസ് കൂടുകയാണെങ്കിൽ പിന്നെ വിസയ്ക്ക് ഉള്ള കമ്മീഷൻ്റെയും മറ്റ് കിക്ക് ബാക്കിൻ്റെയും ഒന്നും കാര്യമല്ല ഞാൻ പറയുന്നത്. അപ്പോൾ അല്ലാതെ സാധാരണഗതിയിൽ നമ്മളൊരു ജോബ് വിസയ്ക്ക് എടുത്ത് പോകണമെങ്കിൽ ഇൻഷുറൻസിനും കൂടി ഒരു അഡീഷണൽ എമൗണ്ട് ഒരു ബാധ്യതയായി വരും എന്നതാണ് പുതിയ നിയമം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.